ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ ഈ സ്കർട്ടിനെ പലാസോ ആക്കാൻ എന്ത് എളുപ്പമാണ്? ഇപ്പോൾ ഇതന്നെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇറക്കം കൂടുതലായിട്ട് കുറയ്ക്കാൻ കൊണ്ടുവന്നതാണ്. ഈ ഒരു അണ്ടർ സ്കർട്ട് പലാസോ മോഡലിലായാൽ നമുക്ക് ഇതൊക്കെ പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോകാനും ഒരു പ്രശ്നവും ഇല്ല. ഒരു ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ കൂടെ ആയാലും നമുക്കിത് പുറത്തേക്ക് ഇട്ടുകൊണ്ട് പോകാം. പക്ഷേ ഇത് അണ്ടർ സ്കർട്ടായിട്ട് കിടന്ന ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ കൂടെ ഇട്ടുകൊണ്ട് പുറത്തേക്ക് നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു കടയിലേക്കൊക്കെ ഓടി പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കൊരു നാണക്കേടൊക്കെ തോന്നും. അപ്പം ഇതിപ്പോൾ എന്താ ചെയ്യാൻ പോണേന്നറിയാം. ഇത് മറിച്ച് നല്ല വശം അകത്തേക്കാക്കി ഇട്ടിട്ട് ഈ ഭാഗത്ത് ഇപ്പം ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആ തയ്ച്ച സാധനത്തിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എല്ലാം പകുതി ബുദ്ധിയാണ് എനിക്ക്. ഓർമ്മ വരുമ്പോഴത്തേക്കും സമയം കഴിയും. ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് ഒരു 14 ഇഞ്ച് ഇറക്കം മതി. അതിവിടെ മാർക്ക് ചെയ്താൽ 14 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യുക. അതിൽ കൂടുതൽ വേണ്ടവർക്ക് മാക്സിമം 15 മതിയാവും. അതിൽ കൂടുതൽ വേണ്ടി വരില്ല. ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരടിപ്പടിക്കുക. ഈ നേരെ താഴേക്ക് ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ട്, അതായത് അതേപോലെ തന്നെ ഈ ഒരടിപ്പ് താഴേന്ന് തുടങ്ങിയിട്ട് ഇതിൻ്റെ ഈ 15 ഇഞ്ചിൽ പോയിൻ്റ് ചെയ്തിട്ട് തിരിച്ച് അതിനോട് തൊട്ടപ്പുറേ കൂടി തന്നെ അപ്പുറത്തേക്ക് അടിച്ച് വയ്ക്കുക. 2 സൈഡും കെട്ടിടുക, സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യുക. അങ്ങനെ ഞാൻ ചെയ്ത ഒരു സ്കർട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ എൻഡിൽ ചീത്ത ഭാഗത്തുനിന്ന് അടിച്ച് ഇതേപോലെ വന്നിട്ട് ഇതൊരു 14 ഇഞ്ച് താഴത്തേലാണ്, ടോപ്പിൽ നിന്ന് 14 ഇഞ്ച് താഴെ. ഇവിടെ നിന്ന് നേരെ തിരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഈ എൻഡിലേക്ക് കൊണ്ടുപോയി അവിടെ കെട്ടിട്ട് മറിച്ചെടുത്ത്, ഇത് ഇതിൻ്റെ നല്ല ഭാഗമാണ് ഈ കാണുന്നത്. അപ്രാവശ്യം ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇതിൻ്റെ ഈ സ്റ്റിച്ച്? ഇതിപ്പോൾ ഈ ബനിയൻ പോലത്തെ തുണി ആയതുകൊണ്ട് ഇതിൻ്റെ സൈഡങ്ങ് ചുരുണ്ടിട്ട് ആ സ്റ്റിച്ച് കാണാത്ത പോലെ ആയിപ്പോവും. കണ്ടോ? അത് ആ ഭാഗം ഞാനിങ്ങനെ അടിച്ചിട്ട് സെൻറ്ററിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അതേപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ടു. പരിപാടി കഴിഞ്ഞു. എന്നിട്ട് കത്രികയ്ക്ക് ഇവിടെ നിന്ന് നമ്മൾ ഈ ജോയിൻ്റ് അങ്ങോട്ട് വെട്ടി മാറ്റി. ഈ 2 സ്റ്റിച്ചിൻ്റെയും കൂടി സെൻറ്ററിൽ കൂടി കട്ട് ചെയ്ത് മാറ്റി മറിച്ചെടുത്തപ്പോൾ പലാസോ റെഡി. ഇതങ്ങനെ കട്ട് ചെയ്ത് സെൻറ്ററിൽ നിന്ന് കത്രികയ്ക്ക് കട്ട് ചെയ്ത് മറിച്ചെടുത്തപ്പോഴത്തേക്കും ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക്, അതായത് പ്രൊഫഷണലായിട്ട് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ഇതൊന്നും വലിയ സംഭവമായിരിക്കില്ല. പക്ഷേ ചെറുതായിട്ട് വീട്ടിൽ മെഷീനൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം തയ്ക്കാൻ മാത്രം അറിയാവുന്ന ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ ഭാഗത്ത് ഞാൻ ചരടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇലാസ്റ്റിക് വെക്കാം. ഇലാസ്റ്റിക് വെച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നവും തീർന്നു. അപ്പോൾ ഓക്കെ, നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു.